ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. തള്ളിപ്പറയുന്നതാണ് ഒറ്റിക്കൊടുക്കുന്നതിനേക്കാൾ വേദനാജനകം. ഇയാളെ എനിക്കറിയാം എന്ന വെളിപ്പെടുത്തലാണ് ഒറ്റ്. എന്നാൽ ഇയാളെ എനിക്കറിയില്ല എന്ന പ്രഖ്യാപനമാണ് തള്ളിപ്പറയൽ. 3 വർഷം പ്രിയപ്പെട്ട കൂട്ടുകാരായി ചേർന്ന് ഉള്ളും ഉള്ളതും പങ്കുവെച്ച് വലിയ ദൗത്യങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഒരുവൻ അറിയില്ല ഞാനിവനെ എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഉള്ള തകർന്നു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പ്രധാന പുരോഹിതൻ്റെ കൊട്ടാരമുറ്റത്ത് 3 വട്ടം ഉയർന്ന ആ സ്വരം കേട്ട് പ്രപഞ്ചം പോലും അത്ഭുതപ്പെട്ട് കാണും. സകല ചരാചരങ്ങളുടെയും പ്രതിനിധി എന്നോണമാകണം ആ കോഴി അസമയത്ത് കൂവി തൻ്റെ പ്രതിഷേധം അറിയിച്ചത്. എന്തു സംഭവിച്ചു പത്രോസിന്? മരിക്കേണ്ടി വന്നാലും ഗുരുവിനെ പിരിയില്ല എന്നു പറഞ്ഞിട്ട് നാളേറെ ആയിട്ടില്ല. എന്നിട്ടും തനിക്കാരുമല്ലാത്ത ആ പെണ്ണിൻ്റെ മുൻപിൽ ഗുരുവിനെ അവൻ തള്ളിപ്പറയുന്നു. അഗ്നിസാക്ഷിയായി ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾ ശപഥ തുല്യമാണെന്ന് ചില മതങ്ങൾ കരുതുന്നു. നോഹയുടെ ബലിപീഠത്തിലെ അഗ്നിയെ സാക്ഷി നിർത്തി മനുഷ്യകുലത്തെ ഇനിമേൽ ജലത്താൽ നശിപ്പിക്കില്ലെന്ന് ദൈവം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. തേനും പാലുമൊഴുകുന്ന കനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ നയിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ജ്വലിക്കുന്ന മുൾപ്പടർപ്പിനെ സാക്ഷിയാക്കിയാണല്ലോ. അഗ്നിയിൽ വെന്ത് നീറുമ്പോഴും മരിക്കേണ്ടി വന്നാലും ദൈവത്തെ തള്ളിപ്പറയില്ലെന്ന് 3 യുവാക്കൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഓർക്കുക. എന്നിട്ടും അത്രമേൽ അവനെ സ്നേഹിച്ച ശീമോൻ പത്രോസ് ഒരു കൊച്ചു തീച്ചൂളയുടെ ചെറുചൂടിൻ്റെ സുഖം പറ്റി നിന്ന് ദൈവപുത്രനെ നിഷേധിച്ചു പറഞ്ഞല്ലോ. കോഴി കൂവാതെ ഒരു പുലരിയും ഇന്നോളം പുലർന്നിട്ടില്ല. ഞാനവനെ അറിയില്ലെന്ന് ആരെങ്കിലുമൊക്കെ തള്ളിപ്പറയാതെ ഒരു രാവും അസ്തമിച്ചിട്ടുമില്ല. യേശുവിന് വേണ്ടി ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടുത്തുവാൻ മടിക്കുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൂടാ, എനിക്കവനെ അറിഞ്ഞുകൂടാ. തമ്പുരാനെ, എനിക്ക് വേണ്ടി നീ പരിഹസിക്കപ്പെടുകയും അടിയേൽക്കുകയും കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്ന വേളയിൽ പോലും നിന്നെ പരിചയമില്ലാത്തവനെ പോലെ മാറി നിന്ന അവസരങ്ങൾക്ക് മാപ്പു തരണേ. നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ ഹൃദയത്തെ അഗ്നിശുദ്ധി വരുത്തിക്കൊള്ളാം. ഇനി എന്നെങ്കിലും നിന്നെ തള്ളിപ്പറയാൻ ഒരുങ്ങും മുൻപേ കരുണാപൂർവം എന്നെ തിരിഞ്ഞു നോക്കിയാലും കോഴി കൂവും മുമ്പേ ഞാൻ നിന്റെ സ്നേഹമോർത്ത് വിതുമ്പി കരഞ്ഞുകൊള്ളാം. സങ്കീർത്തനം 128:1. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്